ഹായ് ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു ഇന്നേ ദിവസം എന്ന് പരിശോധിക്കാം. 8/4/2025 ചൊവ്വാഴ്ച 22,547 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി 9/4/2025 ബുധനാഴ്ച ഓപ്പൺ ചെയ്ത് ഏതാണ്ട് 87 പോയിന്റ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്ത പോയിന്റ് 22,460 എന്ന ലെവലാണ്. ഡേ ഹൈ ആൻഡ് ലോ പരിശോധിച്ചാൽ നമുക്ക് കാണാം 114 പോയിന്റിൻ്റെ ഒരു റേഞ്ച് മാത്രമാണ് ഇന്നേ ദിവസം നിഫ്റ്റി തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വളരെ ചെറിയ നാരോ റേഞ്ചിൽ പൂർണ്ണമായും സമയം ഏതാണ്ട് 4-4.25 മണിക്കൂർ 4.5 മണിക്കൂറോളം പൂർണ്ണമായും കൺസോളിഡേറ്റ് ചെയ്യുകയാണ് മാർക്കറ്റ് ചെയ്ത്. ഓപ്ഷൻ ബയേഴ്സിന് യാതൊരു അവസരങ്ങളും നൽകിയിരുന്നില്ല. അപ്പോൾ ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വെള്ളിയാഴ്ചത്തേക്ക്, ഇന്ന് ഒരു അവധി ദിവസമായിരുന്നു, വെള്ളിയാഴ്ചത്തേക്ക് നമുക്ക് എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. 22,406 എന്ന ലെവലിലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മൈനർ സപ്പോർട്ടായി 22,316 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് മുകളിൽ റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. മേജറായി വരേണ്ടത് 22,908 എന്ന ലെവലാണ്. എന്നാൽ അതിനിടയിൽ 22,666, 22,759, 22,807, 22,858 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെയുള്ള സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് സാധാരണയായി നമ്മൾ തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ പിറ്റേ ദിവസത്തിന് വേണ്ടി. അതാത് ദിവസത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തൊട്ട് മുകളിലും താഴെയുമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളെ രേഖപ്പെടുത്തി അവയ്ക്കിടയിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മളെപ്പോഴും ട്രേഡിൽ എൻ്റർ ആകാറ്. സ്റ്റോപ്പ് ലോസ് ക്രമപ്പെടുത്തുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇന്ന് നമുക്കൊരു അവധി ദിവസമാണെങ്കിലും സാധാരണ നിങ്ങൾക്കറിയാം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷവും നമ്മുടെ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി എന്ന പേരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് പുലർച്ചെ നോക്കുമ്പോൾ ഏതാണ്ട് 1000-ഓളം പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. അങ്ങനെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു ഓപ്പണിങ്ങിനനുസരിച്ച് നമ്മളുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴും അത് സ്റ്റേബിളായി നിൽക്കുന്നുവെങ്കിൽ ആ തരത്തിലാണ് നമുക്ക് സാധാരണയായി ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റോ ഒക്കെ ലഭിക്കാറുള്ളത്. അപ്പോൾ ആ തരത്തിൽ പ്രതീക്ഷിക്കുമ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി സ്റ്റേബിളായി നിൽക്കുന്നുവെങ്കിൽ നമ്മളുടെ മാർക്കറ്റും കഴിഞ്ഞ ദിവസം ഡൗൺ സൈഡിലേക്ക് ഫാൾ ചെയ്തതുപോലെ തന്നെ ഒരു നല്ല ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് 1000 പോയിന്റിൻ്റെ ഒക്കെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലുകളാണ് ഇവിടെ കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. താല്പര്യമുള്ളവർ ആ ലെവലുകൾ രേഖപ്പെടുത്തുക. ബാങ്ക് നിഫ്റ്റിയിൽ 50,258 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൈനർ സപ്പോർട്ടായി 50,101 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് ഒരു യൂഷ്വൽ ഡേ ആണെങ്കിൽ 51,365 എന്ന ലെവലാണ്. എന്നാൽ നിഫ്റ്റിയിലെ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സ്വാഭാവികമായും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെങ്കിൽ അത് എല്ലാ ഇൻഡെക്സുകളിലും അതേ ലെവലിൽ തന്നെ ഓൾമോസ്റ്റ് പ്രവർത്തിക്കാനുള്ള സാധ്യത. അങ്ങനെയെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും എല്ലാം ഇതേ തരത്തിലുള്ള ഒരു ഹെവി ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ്
കൂടുതലും ഉണ്ടാകാറ്. എങ്കിലും നമ്മളുടെ പതിവ് ലെവലുകൾ ഈ തരത്തിലാണ്. നിങ്ങൾക്ക് അവ കാണാമെന്ന് കരുതുന്നു. അവ പ്രയോജനപ്പെടുത്തുന്നത് സാധാരണയായി എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നാളെ ഈ ലെവലുകൾ കൊണ്ട് പ്രയോജനകരമായിരിക്കുമോ എന്ന് എനിക്ക് സന്ദേഹമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ലഭിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന അപ്പർ സൈഡിലേക്കുള്ള റെസിസ്റ്റൻസ് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നവ. അവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ രേഖപ്പെടുത്തുക. അവിടെ പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് ആയിരിക്കാം നമ്മളുടെ ട്രേഡ് നടക്കേണ്ടത്. 73,861 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 73,847 എന്ന ലെവലിലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മേജർ റെസിസ്റ്റൻസായി 75,337 എന്ന ലെവലാണ്. എന്നാൽ ഈ തരത്തിലുള്ള ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണെങ്കിൽ തൊട്ട് മുകളിലേക്ക് വരാവുന്ന റെസിസ്റ്റൻസ് ലെവലുകളാണ് ഇവ. നിഫ്റ്റി അത്തരത്തിലൊരു സ്റ്റെബിലിറ്റി നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നൽകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും അത്തരത്തിലൊരു സ്റ്റെബിലിറ്റി ലഭിക്കുകയും ഒരു ഹെവി ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലുകളാണ് ഇവിടെ കാണുന്നത്. അവയിൽ പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കി നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ ലെവലുകൾ രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സാധാരണ ഞാൻ പറയാറുള്ള ഡയലോഗുകൾ ഇവിടെ പറയുന്നില്ല. വീഡിയോയുടെ ലെങ്ത് വളരെ കൂട്ടുന്നതിനകത്ത് പ്രയോജനമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയാത്തത്. ഇവിടെ എല്ലാം നമുക്ക് കാണാം. എല്ലാ ഇൻഡെക്സുകളും വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് അന്നേ ദിവസം ബിഹേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കാം ഒരു ഗ്യാപ്പ് അപ്പായി വരിക. ആ ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം ഈ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആയാലും ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം വില കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. അങ്ങനെയാണ് നമ്മൾ വില കുറയുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷനും കയറുമെന്ന് കണ്ടു കഴിഞ്ഞാൽ കോൾ ഓപ്ഷനും എടുക്കുന്നത്. അപ്പോൾ അതിനൊരു സ്റ്റോപ്പ് ലോസ്, ഒരു ടാർഗറ്റ് ലെവലുകൾ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ കൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ നാളെ ഒരു ദിവസത്തെ അവധിക്ക് ശേഷം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഗ്യാപ്പ് അപ്പ് ആയിരിക്കട്ടെ, ഏതെങ്കിലും കോൾ ഓപ്ഷൻസ് വാങ്ങിയിട്ടവർക്കൊക്കെ സാമാന്യം നല്ല പ്രോഫിറ്റ് ഉണ്ടായേക്കാം. എന്നാൽ ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ, നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്